അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണനെ ഒന്ന് കളർ അടിച്ച് കുട്ടപ്പനാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇത് ഒരു സെറോക്സ് കോപ്പിയാണ്. ഞാൻ ഓൾറെഡി വരച്ചു വെച്ചിരുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കഴിവിൽ എനിക്ക് അപാര വിശ്വാസം ഉള്ളതുകൊണ്ട് ഒറിജിനൽ കോപ്പി തന്നെ കളർ അടിച്ച് കൊളാക്കണ്ടെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു സെറോക്സ് കോപ്പി എടുത്തു. അപ്പോൾ ആ സെറോക്സ് കോപ്പിയിലാണ് ഞാൻ ഈ പരീക്ഷണം നടത്തുന്നത്. പിന്നെ ഞാൻ കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കളർ പെൻസിൽസ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. ഇതിന് മുന്നേ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കളർ പെൻസിൽസ് ഇല്ലായിരുന്നു. പിന്നെ കളർ പെൻസിൽസ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് ഈ കളർ പെൻസിൽസും ക്രയോൺസും ഓയിൽ പേസ്റ്റൽസും ഒക്കെ ഒരേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് ആദ്യം നമ്മുടെ കണ്ണിൻ്റെ ബോഡി മൊത്തം ബ്ലൂ വെച്ചിട്ട് അടിച്ചു. അതിന് ശേഷം ഹൈലൈറ്റ് ചെയ്യേണ്ട പാർട്സും ഒക്കെ അതേ ബ്ലൂ വെച്ചിട്ട് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ടായിരുന്നു ഈ ബ്ലഷ് ഇടുക എന്നുള്ളത്. കണ്ണിന് ബ്ലഷും ഐ ഷാഡോയും ഒക്കെ ഇട്ട് കൊടുത്തു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട്. അതിന് ശേഷം എല്ലാം ഒന്ന് മെർജ് ചെയ്ത് കൊടുത്തു ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട്. പിന്നെ കണ്ണിന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. അത് പിങ്ക് അല്ലായിരുന്നു, ഡാർക്ക് റെഡ് വെച്ചിട്ടായിരുന്നു ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ കണ്ണിൻ്റെ ഓർണമെൻറ്റ്സിലോട്ട് കടന്നു. അതായത് ഈ കമ്മൽ, മാല, വള, പിന്നെ തലയുടെ മുകളിലുള്ള ആ സംഭവം, അതിനെല്ലാറ്റിനും ഡാർക്ക് യെല്ലോ വെച്ചിട്ടായിരുന്നു ഷെയ്ഡ് ചെയ്ത് കൊടുത്തത്. അതിന് ശേഷം പിന്നെ ഹെയറിലോട്ട് കടന്നു. ഹെയറിന് ബ്ലാക്ക് വെച്ചിട്ടായിരുന്നു ഷെയ്ഡ് ചെയ്തത്. കംപ്ലീറ്റ്ലി ബ്ലാക്ക് വെച്ചിട്ട് ഹെയർ മൊത്തം ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടിയും ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു. ഞാൻ കണ്ട റെഫറൻസ് പിക്ചേഴ്സിൽ ഗോൾഡൻ കളറും യെല്ലോ കളറും ഒക്കെ ഹെയറിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ ബ്ലാക്കും ബ്രൗണും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കണ്ട ക്ലോത്തിന് ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തത്. ഓറഞ്ച് വെച്ച് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ആ ഓറഞ്ച് ഷെയ്ഡ് കൊണ്ട് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. അതിന് ശേഷം ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടും ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം മയിൽപ്പീലിയിലോട്ട്. മയിൽപ്പീലി ഞാൻ വരച്ച മയിൽപ്പീലിയുടെ ഷേപ്പ് അത്ര ഓക്കെ അല്ലായിരുന്നു. എന്നാലും അതിപ്പോൾ മാറ്റി വരയ്ക്കാൻ പറ്റില്ല. ഇത് സെറോക്സ് കോപ്പി ആയതുകൊണ്ട് ഉള്ള ഷേപ്പ് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഉള്ളിൽ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും പിന്നെ ഗ്രീനും ബ്രൗണും ഒക്കെ വെച്ചിട്ട് മയിൽപ്പീലി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓടക്കുഴലും യെല്ലോയും ബ്രൗണും വെച്ചിട്ട് ചെയ്തു. അതോടെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണൻ കളർഫുൾ കണ്ണനായി മാറിയിരിക്കുകയാണ്. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറി നെയ്യുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ